ഇത് ടിബറ്റിൻ്റെ ആത്മാവിൽ ഉറങ്ങുന്ന ഒരു വിശ്വാസമാണ്. ഹിമാലയത്തിൻ്റെ പ്രാന്തങ്ങളിൽ മഞ്ഞുമൂടിയ മലമടക്കുകൾക്കിടയിൽ കിടക്കുന്ന ടിബറ്റ് എന്ന ചെറു രാജ്യം വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും പ്രത്യേകത കൊണ്ട് തന്നെ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. ബുദ്ധമതത്തിൻ്റെ തനതായ രൂപവിശേഷണങ്ങളിൽ അധിഷ്ഠിതമായ ടിബറ്റൻ ജനതയുടെ ആത്മീയ ആചാര്യനാണ് ദലൈലാമ. ടിബറ്റിൽ ഓരോ ലാമ മരിക്കുമ്പോഴും മറ്റെവിടെയോ മുൻഗാമിയായ ലാമകളിൽ ഒരാൾ പുനർജനിക്കുമെന്ന വിശ്വാസം ടിബറ്റൻ ജനതയുടെ ആത്മസത്തയുടെ ഭാഗമാണ്. ടിബറ്റൻ വിശ്വാസങ്ങളും ആചാരങ്ങളും ജീവിത രീതിയുമെല്ലാം വളരെ നിഗൂഢതകൾ നിറഞ്ഞതാണ്. 1934 13ാമത്തെ ദലൈലാമയുടെ മരണമുഹൂർത്തം അന്നത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ലാസയിലെ വേനൽക്കാല വസതിയിൽ വെച്ച് ലാമ മരിക്കുമ്പോൾ ടിബറ്റൻ ജനത ദുഃഖിച്ചിരിക്കുകയല്ല, മറിച്ച് എവിടെയോ തങ്ങൾക്ക് വേണ്ടി മറ്റൊരു ലാമ പുനർജനിച്ചിട്ടുണ്ടെന്ന വിശ്വാസത്തിൽ അവർ അടിയുറച്ചു. ലാമയുടെ മരണം ഒരു താൽക്കാലിക പ്രതിഭാസമാണെന്ന ചിന്ത അവരുടെയൊക്കെ മനസ്സിൽ ഉടലെടുത്തു. ടിബറ്റിന്റെ ഉൾഗ്രാമങ്ങളിൽ പുനർജനിച്ച ലാമയ്ക്ക് വേണ്ടി ആചാര്യന്മാർ അന്വേഷണം തുടങ്ങി. 1393 ആണ്ട് മുതൽ ഇത്തരത്തിൽ തെറ്റാതെ ഒരു ആചാരം തുറന്നു വരുന്നുണ്ട്. പുതിയ ലാമയെ കണ്ടെത്താനുള്ള വ്യഗ്രത മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. ടിബറ്റിലെ ആചാര്യന്മാർ മരിച്ചുപോയ ലാമയുടെ ശരീരം താങ്ങിയെടുത്ത് ഒരു കനകസിംഹാസനത്തിൽ ഇരുത്തി. അപ്പോൾ ലാമയുടെ മുഖം തെക്കുദിശയിൽ തിരിഞ്ഞിരിക്കുന്ന രൂപത്തിലായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് ലാമയുടെ ശരീരം കിഴക്കോട്ട് ചായുകയും മുഖം കിഴക്കിന് അഭിമുഖമായി തിരിയുകയും ചെയ്തു. കിഴക്കൻ ദിക്കിലൂടെ പുരോഹിതരടങ്ങുന്ന സംഘം പുതിയ ലാമയ്ക്ക് വേണ്ടി യാത്ര ആരംഭിച്ചു. 1936 വരെ തുറന്ന ഒരു ദീർഘയാത്രയായിരുന്നു അത്. ഒടുവിൽ അങ്ങനെ 3 വർഷങ്ങൾക്ക് ശേഷം ആചാര്യന്മാർ ദൂരെ താക്സ്റ്റർ എന്ന ടിബറ്റൻ ഗ്രാമത്തിൽ ചെന്നെത്തി. 2 വയസ്സുകാരനായ ഒരു കുഞ്ഞും അച്ഛനും അമ്മയും അടങ്ങുന്ന ഒരു കുടുംബത്തിലാണ് ആ യാത്ര ചെന്നെത്തിയത്. യോഗികളുടെ വേഷം കെട്ടി നിന്ന ആചാര്യന്മാരെ നോക്കി ആ ചെറിയ കുട്ടി ചിരിക്കുകയും അവരോട് വളരെ പരിചയഭാവം കാട്ടുകയും ചെയ്തു. മാത്രമല്ല, മരിച്ചുപോയ ലാമയുടെ ആചാര്യദേവതയിൽ നിന്ന് തിരഞ്ഞെടുക്കുകയും അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് കുഞ്ഞു ഭാഷയിലാണെങ്കിലും പ്രതികരിക്കുകയും ചെയ്തു. ആ കുഞ്ഞു ബാലൻ പറഞ്ഞ ചില കാര്യങ്ങളിൽ ചിലതൊക്കെ 13ാമത്തെ ലാമയുടെ ജീവനുമായി ബന്ധപ്പെട്ടതായിരുന്നു. വളരെ നിഗൂഢമായ കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ചോദ്യങ്ങൾക്ക് പോലും വ്യക്തമായ ഉത്തരം കിട്ടിയ ടിബറ്റൻ പുരോഹിതർ ആ കുട്ടിയെ 13ാം ലാമയുടെ പുനർജന്മമായി പ്രഖ്യാപിച്ചുകൊണ്ട് അടുത്ത ലാമയായി വാഴിക്കാൻ നടപടികൾ ആരംഭിച്ചു. ഭക്താതിരങ്ങളോടെ അവർ ആ കുട്ടിയെ ടിബറ്റൻ മലനിരകളിലെ മഡാദ്യർ ഭാഗത്തേക്ക് ആനയിച്ചു. 1940 അത് കലണ്ടർ പ്രകാരം ഒരു ഡ്രാഗൺ വർഷമായിരുന്നു. ആചാരപ്രകാരമുള്ള ഒരു നല്ല ദിവസം കണക്കാക്കി 14ാം ലാമയെ അവർ വാഴിക്കുകയും ചെയ്തു. 13ാം ലാമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ പ്രസ്തുത കുട്ടി മഠത്തിലെ ഓരോ സൂക്ഷ്മ വിഷയങ്ങളും കൃത്യമായി തിരിച്ചറിയുകയും പാലിക്കുകയും ചെയ്തതായി പറയപ്പെടുന്നു. നിഗൂഢതകൾ ഉൾപ്പെടുന്ന ലാമയുടെ ജന്മപരമ്പര കഥകൾ രഹസ്യമോ കെട്ടുകഥകളോ കേട്ടുകേൾവികളോ ആയി തള്ളിക്കളയേണ്ടതില്ല. ഓരോ ലാമയുടെയും അന്ത്യത്തെ തുടർന്ന് ഇന്നും ടിബറ്റിൽ അരങ്ങേറുന്ന ആചാരക്രമങ്ങൾക്ക് ലോകം സാക്ഷിയാണ്. തുടർച്ചയായി കടന്നുപോയ എത്രയോ ജന്മങ്ങളുടെ ജീവിക്കുന്ന സ്മാരകമായി ഇന്നും ദലൈലാമ നിലകൊള്ളുന്നു.